എന്താ കല്യാണി ഇത്? ഒന്നുമില്ല. ധർമ്മൻ എന്താ നിനക്ക് തന്നത്? അത് നിക്കോടെ. ഞങ്ങള് പാവങ്ങളല്ലേ ചേച്ചി, എവിടുന്നോ കേറി വന്ന് ചേച്ചിയുടെ ദയവിൽ ജീവിക്കുന്നവര്. എന്നാലും ധർമ്മൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ കാര്യം? 5 ആമ്പിള്ളേരുള്ള വീട്ടില് ഒരു പെൺകുട്ടിയും കൊണ്ട് നിൽക്കുന്നത് വെടിക്കെട്ട് പറമ്പിൽ തീയും കൊണ്ട് നിൽക്കുന്ന പോലെയാ. ചേച്ചിയുടെ 4 ആൺമക്കളും എന്റെ മോളോട് നല്ല പോലെ പെരുമാറിയത്. പക്ഷെ ധർമ്മൻ അവൻ എന്ത് ചെയ്തെന്നാ? അവന് താമരെ ഇഷ്ടമാണ്. സുന്ദരിയും സുശീലിയുമായ പെൺകുട്ടികളെ കണ്ട ആമ്പിള്ളേരുടെ മനസ്സ് ഇളകി പോകും. എന്നാലും എന്റെ മോൾക്കുള്ള പ്രേമലേഖനം എഴുതി അവൻ എന്നെ തന്നെ ഏൽപ്പിക്കാൻ പാടുണ്ടോ? ഞാൻ അവന്റെ അമ്മായിയല്ലേ? നീ എന്താ പറയുന്നേ? ധർമ്മൻ അങ്ങനൊന്നും ചെയ്യില്ല. സംശയം ഉണ്ടെങ്കിൽ ചേച്ചി വായിച്ചു നോക്ക്. ചേച്ചി ചോദിക്കാനൊന്നും പോകണ്ട. ഇന്നോ നാളെ ഇറങ്ങുന്ന ഞങ്ങൾ കാരണം എന്തിനാ ഒരു വഴക്ക്? എടാ കരുണ, നീ ഇതൊന്ന് വായിക്ക്. ഇതെന്താ? ധർമ്മം താമരയ്ക്ക് കൊടുത്തതാ. പ്രേമലേഖനമാണെങ്കിലേ അമ്മമാര് വായിക്കാൻ പാടില്ലല്ലോ. ധർമ്മൻ അങ്ങനെ ഒരു സാഹസം കാണിക്കും. അവനിത് കല്യാണി ഏൽപ്പിക്കുന്ന ഞാൻ കണ്ടതാ. നീ വായിക്ക്. ഇത് വായിക്കണോ ടീച്ചറെ? വായിക്കാനല്ലേ പറഞ്ഞത്? എന്റെ പൊന്നെ, ഇതാണ് തുടക്കം. ഇനി വായിക്കണോ? വായിക്കടാ. കണ്ട നിമിഷം മുതൽ എൻ്റെ ഹൃദയമിടിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ആ വേഷം, ആ നടത്തം, ആ ഭാവം എല്ലാം എൻ്റെ മനസ്സിളക്കി കളഞ്ഞു. ഇനി ഒന്നിച്ചല്ലാതെ ഒരു നിമിഷം ജീവിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ വയ്യ. എൻ്റെ നെഞ്ചിൽ നീയാണ്, നിന്റെ കൽബിൽ ഞാനാണ് എന്ന പാട്ട് ഉറക്കെ ഉറക്കെ പാടാൻ എനിക്ക് തോന്നുകയാണ്. അമ്മയും അനുജന്മാരും ഒന്നുമില്ലാത്ത ലോകത്ത് നമ്മൾ മാത്രം ഉണ്ടാകണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഉമ്മ ഉമ്മ ഉമ്മ, പിന്നെ 5-6 പൊന്നുമ്മയും കൂടി ഉണ്ട്. ഇവൻ ഇത്രയും കാലം പുസ്തകം വായിച്ചിട്ട് നല്ല 4 വാചകം കിട്ടിയില്ലല്ലോടാ. അത് ടീച്ചറെ, ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ പ്രേമിച്ചാലും ഇങ്ങനെയുള്ള വളിപ്പേ എഴുതൂ. വായിച്ചിടത്തോളം സംഗതി സീരിയസ്. എന്താ ടീച്ചറുടെ പ്ലാൻ? എത്രയോ നല്ല പെൺകുട്ടികളെ അവന് വേണ്ടി നോക്കി. എന്നിട്ട് ഈ കുരങ്ങിനെ പോലെ ഒരുത്തിയോടാണല്ലോ അവന് ഇഷ്ടം തോന്നിയത്. ഒരു പെൺകുട്ടി അടുത്ത് നിൽക്കുമ്പോൾ പ്രേമം തോന്നണമെങ്കിൽ തോന്നട്ടെ എന്നല്ലേ ടീച്ചർ പറഞ്ഞത്? അത് നടന്നില്ലേ? നിർത്തടാ ടീച്ചറെ, ഇതാ കല്യാണിയുടെ പണിയാ. ധർമ്മനെ വളക്കാൻ വേണ്ടി അവൾ മോളെ ഇറക്കി വിട്ടതാ. ഇത് അനുഭവിച്ചു കൊടുത്ത ആ പൂതനെ ഈ കുടുംബം കുളന്നുണ്ടു. അതെനിക്കറിയാം. പക്ഷേ അവനെന്താ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നെന്ന് അറിയാതെ പറ്റൂ? വരട്ടെ, അവന്റെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പെണ്ണിനെ കാണുമ്പോൾ തിരിഞ്ഞു നോക്കാത്തപ്പം അവന്മാർക്കെന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്ന് കരുതിയതാ. പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോഴാ ശരിക്കും മാനസിക പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അവിടെ കൊടുത്തത് 5. അപ്പോൾ ബാക്കി എന്താ കല്യാണി എന്നെ കണ്ടപ്പോൾ മറഞ്ഞു നിന്നത്? ഒന്നുമില്ല, എട്ടിച്ചും പൊക്കോ. മുമ്പിൽ വന്ന് നിൽക്കാൻ എനിക്ക് പേടിയോ? എന്ത് പേടി?
കുടുംബമായിട്ട് കഴിയുന്ന ഇട്ടിച്ചനോട് പറയാൻ പാടില്ലാത്തല്ലേ ഞാൻ പറഞ്ഞത്. മനസ്സിൽ തോന്നിയത് ഒളിച്ചു വെക്കാൻ എനിക്ക് പറ്റൂല. എന്നോട് ക്ഷമിക്കിട്ടിച്ച. കല്യാണി എന്റെ മുമ്പിലേക്ക് ഒന്ന് വാ. വാ. ഇട്ടിച്ചൻ ഇതിലെ പോകുമ്പോ മറിഞ്ഞു നിന്നെങ്കിലും ഒന്ന് കാണാലോ എന്ന് കരുതി നിന്നതാ. സൂര്യനെ ചന്ദ്രനെയൊക്കെ നമ്മൾ നോക്കുന്നത് അവരറിയാറില്ലല്ലോ, അതുപോലെ. കല്യാണിയെ കാണണമെന്ന് കരുതി തന്നെയാ ഞാനിപ്പോ ഇതിലെ വന്നത്. ആണോ? ആ, അന്ന് കല്യാണി അങ്ങനെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയപ്പോ മുതല് മനസ്സിനൊരു അസ്വസ്ഥത. അതെന്താ അങ്ങനെ? ആ, എനിക്കെങ്ങനെ അറിയാം? ഞാനൊരു പാവ സ്ത്രീയല്ലേ. ഈ മനസ്സ് വല്ലാത്തൊരു കുരുത്തം കെട്ട സാധനമല്ലയോ? അതും എനിക്ക് അറിഞ്ഞൂടാ. കല്യാണിയും മോളും അവിടുന്ന് പോരണ്ടായിരുന്നു. അതെന്താ ഇട്ടിച്ച? മേരിയുടെ ബന്ധുക്കളല്ലേ നിങ്ങളെ കഷ്ടപ്പെടുത്തിയത് ശരിയായില്ല. ഞാൻ ഇന്നലെ ഒരു വിചിത്രമായ സ്വപ്നം കണ്ടു. എന്താ? എന്റെ ആ ത്രാസില്ലേ, അതിന്റെ ഒരു ഭാഗത്ത് കല്യാണിയും ഒരു ഭാഗത്ത് മേരി ഇരുന്ന് ആടുന്നു. എന്നതാ അതിന്റെ അർത്ഥം? ഇട്ടിച്ചൻ ഞങ്ങളെ രണ്ടാളെയും പണയം വെക്കുന്നാണോ? അല്ല, പിന്നെ ആ ത്രാസ് എന്റെ മനസ്സാ. എന്ന് വെച്ചാ? ഓ, ഈ കല്യാണിക്ക് ഒന്നും അറിയില്ല. ഞാൻ പാവല്ലേ ഇട്ടിച്ച, ഒന്നും അറിയാത്ത പാവം. കല്യാണി എന്നും ഇവിടെ ഇങ്ങനെ വരുവോ? എന്തിനാ? ഞാൻ പോട്ടെ കല്യാണി. ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും. ഓ, ഇനി നിന്നാ ശരിയാവൂല. ഇതിലും വിളഞ്ഞവരെ കല്യാണി കണ്ടിട്ടുണ്ട്, വീഴ്ത്തിയിട്ടുണ്ട്. മേരി ചേച്ചി, ഇനി നിങ്ങളുടെ കുടുംബത്തിന്റെ ചരടേ എന്റെ കയ്യിലാ.